പരിശുദ്ധ മദീനയിലാണുള്ളത്. എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് ജബൽ ഉഹദ്. അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും പറയാം. പ്രവാചകരുടെ മദീന സന്ദർശിക്കുന്നവർക്ക് മദീനയുടെ വടക്ക് ഭാഗത്തായി പുന്നാര നബിതങ്ങൾ വിരൽ ചൂണ്ടിപ്പറഞ്ഞ ജബലൻ യുഹിബ്ബുന വ നുഹിബ്ബുഹു എന്ന് പ്രത്യേകം പരാമർശിച്ച ഉഹദ് മലയുടെ താഴ്ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. 7 കിലോമീറ്ററിലധികം നീണ്ടുകിടക്കുന്ന ഉഹദ് പ്രത്യേകമായി മഹത്വം പരിഗണിച്ചു രാത്രികാലങ്ങളിൽ മറ്റു മലകളിൽ നിന്ന് വ്യത്യസ്തമായി ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചതായി കാണാം. ഇസ്ലാമിക ചരിത്രത്തിലെ ഉഹദ് യുദ്ധം നടന്നത് ഇവിടെയാണ്. ഹിജ്റ 3 ശവ്വാൽ 15 മക്കയിൽ നിന്ന് വന്ന ശത്രുക്കളും മദീനയിൽ ഉള്ള മുസ്ലിങ്ങളും തമ്മിലുള്ള യുദ്ധമാണ് ഉഹദിൻ്റെ താഴ്ഭാഗത്ത് നടന്നത്. യുദ്ധവേളയിൽ ആദ്യ വിജയം മുസ്ലിങ്ങൾക്കൊപ്പമായിരുന്നു. പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം 50 അമ്പെയ്ത്തുകാരെ ഈ കാണുന്ന ജബൽ റുമാത്ത് എന്ന പർവ്വതത്തിന് മുകളിൽ നിലയുറപ്പിച്ചിരുന്നു. യുദ്ധത്തിൻ്റെ വിജയവേളയിലും അവരോട് അവിടെ തങ്ങാനായിരുന്നു പ്രവാചകരുടെ നിർദ്ദേശം. യുദ്ധത്തിലെ വിജയ സന്തോഷത്തിൽ അവർ ആനന്ദിച്ചു അവിടെ നിന്നും ഇറങ്ങുകയുണ്ടായി. ഈ നീക്കം മനസ്സിലാക്കിയ ശത്രുക്കൾ മലയുടെ മുകൾ ഭാഗത്തിലൂടെ വന്ന് ആക്രമിക്കുകയായിരുന്നു. പിന്നീട് യുദ്ധം വീണ്ടും ആരംഭിച്ചു. ഈ സന്ദർഭവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപല്ലിന് പരിക്ക് പറ്റുകയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഹീദായി എന്ന കിംവദി ശത്രുക്കൾ പരത്തുകയും ചെയ്തു. തന്മൂലം മുസ്ലിം പടയാളികൾക്കിടയിൽ പരിഭ്രാന്തി പരത്തുകയും ഈ അവസരത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് സംരക്ഷിച്ചതു ഈ ഗുഹക്കകത്തായിരുന്നു. ഈ ഗുഹം സന്ദർശിക്കുന്ന വേളയിൽ അവിടെ സുഗന്ധത്തിൻ്റെ പരിമളം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. പുന്നാര ഹംസ റളിയല്ലാഹു അൻഹുവെ ശത്രുക്കൾ വളരെ ക്രൂരമായി വധിച്ചതറിഞ്ഞ പ്രവാചകർ സങ്കടപ്പെട്ട് കരയുന്നുണ്ടായിരുന്നു. യാ ഹംസ യാ അമ്മൽ മുസ്തഫ. ഈ യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവനായ ഹംസ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ 70 സ്വഹാബികൾ ഷഹീദായി. ഇവരെയെല്ലാം ഉഹദിൻ്റെ താഴ്ഭാഗത്ത് ഈ കാണുന്ന സ്ഥലത്താണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറടക്കിയത്. ഉഹദ് യുദ്ധത്തിന് ശേഷം പ്രവാചകരും സ്വഹാബത്തും പ്രാർത്ഥിച്ചിരുന്നത് മസ്ജിദ് ഫസഹ് എന്നീ കാണുന്ന ഇവിടെയായിരുന്നു. ഇവിടം സന്ദർശിക്കുന്നവർക്ക് നമസ്കരിക്കാനായിട്ട് പ്രത്യേകം സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് നിങ്ങളീ കാണുന്നതെല്ലാം. മദീനയുടെ മറ്റൊരു വിശേഷവുമായി വീണ്ടും വരാം.